ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷ് 5ാമത്തെ ആഴ്ചയും ജയിലിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അനുമോൾക്കൊപ്പമാണ് അനീഷ് ഈ ആഴ്ച ജയിലിലേക്ക് പ്രവേശിക്കുന്നത്. അനുമോൾക്കൊപ്പം തന്നെ ഇതിപ്പോ 2ാമത്തെ തവണയാണ് അനീഷ് ജയിലിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. അനീഷിന്റെ ആ ഒരു തുടക്കം പോലുള്ള ഒരു ഗെയിമില് 5ാമത്തെ തവണ, ഇതിപ്പോ 4ഉം 1ഉം 5ാമത്തെ തവണയാണ് അനീഷ് ജയിലിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. എന്നുവെച്ചാൽ 4ാമത്തെ ആഴ്ച കോൺസിക്യൂട്ടീവ്ലി തുടർച്ചയായിട്ട് 4ാമത്തെ ആഴ്ചയാണ് അനീഷിനെ ജയിലിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. ഇതെന്തൊരു ഗ്രൂപ്പിസമാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം, ഇത് വിസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിസമാണ്. വിസിബിൾ ഗ്രൂപ്പിസം മനസ്സിലായില്ലേ? അക്ബറിന്റെ കുരുതി ഗ്രൂപ്പിൽ നിന്നും, കുരുതി ഗ്രൂപ്പ് എന്നാണ് ഇപ്പൊ പറയുന്നത് ആ ഗ്രൂപ്പിനെ, ആ ഒരു കുരുതി ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തർ പൊഴിഞ്ഞു പോയി അക്ബർ ഓരോ ആഴ്ചയും ഓരോ ആളുകളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ആഴ്ച ആഡ് ചെയ്തിരിക്കുന്ന പുതിയ ആളുകൾ എന്ന് പറയുന്നത് ആദിലയും പിന്നെ നൂറയുമാണ്. ആദില അങ്ങോട്ടേക്ക് ചാഞ്ഞു. അപ്പോ അവിടെ തന്നെ 3 വോട്ടുകളായി അനീഷിന്. നെവിനും അക്ബറും ആദിലയും. അൺഫെയർ ആയിട്ടുള്ള കളിയാണ് കേട്ടോ, അൺഫെയർ ഗെയിമാണ്. അനീഷ് അത്രയും നല്ല രീതിയിൽ ടാസ്കുകൾ ചെയ്ത് ടാസ്കിൽ 2ാമത് വന്നതാണ്. ഇപ്പൊ ഈ ഒരു ടിക്കറ്റ് ഫിനാലെ ബോണസ് ഈ ഒരു സംഭവത്തില് ആര്യം കഴിഞ്ഞാൽ ഏറ്റവും അധികം പോയിന്റ് ഉള്ളത് അനീഷിനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ആര്യനെ ഇവര് ജയിലിൽ വിടത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ആര്യനെ ഇവര് ജയിലിൽ വിടത്തില്ല. ആര്യനെ ഒരു തവണ പോലും ഇവര് ജയിലിലേക്ക് വിട്ടിട്ടില്ല. നൂറനെ ഒരു തവണ പോലും ജയിലിലേക്ക് വിട്ടിട്ടില്ല. ഹൗസിൽ ഒന്നും ചെയ്യാതെ, ഒരു വിഷയത്തിലും ഇടപെടാതെ, മിണ്ടാതെ വായും പൂട്ടി ലൈവ് കണ്ടോണ്ടിരിക്കുന്ന സാബുമാനെ പോലും ഇവര് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടില്ല, ഇനാക്റ്റീവ് ആയതിന്റെ പേരില്. അനീഷിനെയാണ് പറയുന്നത്. എല്ലാ ആഴ്ചയും അനീഷിനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആര്യനെ ഇവര് ജയിലിലേക്ക് വിടത്തില്ല. ആര്യൻ എന്ത് വലിയ കള്ളത്തരം കാണിച്ച്, എന്ത് ബിഗ് ബോസ് പൊളിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര്യൻ ജയിലിലേക്ക് പോകത്തില്ല. ആര്യനെ ഇവര് ജയിലിൽ വിടത്തില്ല. ആര്യൻ ക്യാപ്റ്റൻസി വന്നിരിക്കുകയാണ് ഇപ്പോ കേട്ടോ. ഇതാണ് ഗ്രൂപ്പിസ് നല്ല വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. എന്ത് ദുരന്തമാണോ നിങ്ങളൊക്കെ? ദുരന്തം, വെറും ദുരന്തങ്ങൾ, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അമ്മാതിരി ദുരന്തം ടീംസ്. അനീഷ് 5 തവണ ജയിലിൽ പോകാനായിട്ട് പോവുകയാണ് ഇപ്പൊ, 5ാമത്തെ തവണ. അനുമോള് 4ാമത്തെ തവണ ജയിലിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകണം. എനിക്ക് ജിസൈലിനൊപ്പം കൂടെ ചേർത്തിട്ട് ഇപ്പൊ 5ഓ 6ഓ തവണ അനുമോള് ജയിലിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇത് എന്താണ് ഇവര് പുറത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവരെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കൂ പ്രേക്ഷകരെ. ഇവരെ തന്നെ നിങ്ങൾ ഈ ഒരു സീസണിലെ ടോപ്പ് 2 ടോപ്പ് 3 ഒക്കെ ആക്കൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ ഒരു സാധനമാണ് ഇവര് പുറത്തേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ലിറ്ററലി ആ ലെവലുള്ള ഗ്രൂപ്പിസമാണ്, ആ ലെവൽ ഗ്രൂപ്പിസം. ഒന്നും പറയാനില്ല. അനുമോൾക്ക് 9 വോട്ടുകളാണ് ലഭിച്ചത്. 9 വോട്ടുകൾ നേടിയാണ് അനുമോൾ ഈ ആഴ്ച ജയിലിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. 5ാമത്തെ 6ാമത്തെ തവണ. ഇവർക്ക് വേറെ ആരെയും പറയാനില്ലേ ഇവർക്ക്. ടാസ്കിലോ ഗെയിമിലോ ഒന്നും ഒരു ചുക്കും ചെയ്യാതിരുന്ന, ഒരു മണ്ണാങ്കട്ടയും ചെയ്യാതിരുന്ന ഈ സാബുമാനെ ഒന്നും ഇവർക്ക് പറയാനില്ല. ഇവർക്ക് അനീഷിനെയും അനുമോളെയും സെലക്റ്റീവായിട്ടുള്ള കളികളെ ഉള്ളൂ അവിടെ. അനീഷ്, അനുമോൾ ഇങ്ങനെയുള്ള പിച്ചിഞ്ഞുള്ളി മാന്തി കേസ് പറഞ്ഞിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്യും. അക്ബർ പറയുന്നു പിന്നെ കടിച്ചങ്ങ് പറച്ചെന്നാണ് പറഞ്ഞത്. പറച്ചതും കാണിച്ചതായോ? കാണിക്കാനുള്ള പത്രം പോലും ഇല്ല ആ കടിച്ചത്. അതിന് നല്ല തലമണ്ട നോക്കി നല്ല 2 കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതവിടെ വെട്ടിപ്പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് എന്തായാലും ഈ ജയിൽ നോമിനേഷൻ ഭയങ്കര അൺഫെയർ ആയി പോയി. ഞാൻ ഇതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത് കേട്ടിട്ട് തന്നെ, ഇതൊരു സംഭവം ഇത് കേട്ടിട്ട് തന്നെ ഇത്രയും ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെയും മണ്ടന്മാരുണ്ടോ? ഇത്രയും 6 സീസൺ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെയും മണ്ടത്തരം കാണിക്കുന്നത് നിങ്ങളുണ്ടോ? എനിക്കറിയില്ല ഇവര് എന്ത് രീതിയിലാണ്, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി അക്ബറിനൊക്കെ സീസൺ ജയിക്കണം എന്ന് ഭയങ്കര അതിയായ ആഗ്രഹമാണ്. അക്ബറാണ് ജയിക്കുന്നതെന്നാണ് പറയുന്നത്. ആര്യന്റെ ഒക്കെ അടുത്ത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, നെവിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു സാധനത്തിൽ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അക്ബർ വിന്നർ. ഇങ്ങനെ പോയാൽ വിന്നർ ആവുകയും ചെയ്യും കേട്ടോ. ഈ ഗ്രൂപ്പ് കളിയും കളിച്ച് ഇങ്ങനെ കുരുതി കൊടുത്ത് ഗ്രൂപ്പ് കളി ആവുകയും ചെയ്യും. അല്ല എന്ന് വെച്ചാൽ വിന്നർ ആവുകയും ചെയ്യും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.